ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി കറി ഉണ്ടാക്കാം. സോയ ചങ്ക്സ് വെച്ചിട്ട് ഒരു സോയ മഞ്ചൂരിയൻ ഉണ്ടാക്കാം. നമുക്ക് ഇത് സോയ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ എല്ലായിടത്തും മേടിക്കാൻ കിട്ടും. വെജിറ്റേറിയൻസ് ആണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. നമുക്കും നമ്മൾ ഇത് കഴിക്കുന്നുണ്ട്. മീനൊന്നും ഇല്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ ഇത് കഴിക്കാനായിട്ട് പറ്റും. വായിക്ക് നല്ല രുചിയായിട്ട് തിന്നാൻ. മീനില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇരിക്കണ്ട. പകരം മീനോ ചിക്കനോ പോലെ ഇതും കഴിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഇത് ഒരു 1/2 കിലോ മേടിച്ചായിരുന്നു. ഞാൻ അതിനകത്തുനിന്ന് 250 ഗ്രാം എടുത്തിട്ട് നല്ലപോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് 3-4 വട്ടം കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നല്ലപോലെ കഴുകിയില്ലെങ്കിൽ ഇതിന് ഒരുമാതിരി ഒരു ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് നമുക്ക് അത്രയ്ക്ക് ചിലവർക്കൊന്നും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് 3-4 വട്ടം കഴുകിയെടുക്കണം എന്ന് പറയുന്നത്. അത് കഴുകിയെടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞളും ഉപ്പും മുളക് പൊടിയും കൂടെ കുറച്ച് മൈദ 2 സ്പൂൺ മൈദയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ കുഴച്ച് വെക്കുക. ഇത് കൂടെ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ട് കുഴച്ച് നല്ലപോലെ വെക്കുക. അതിനുശേഷം എണ്ണ ചൂടാക്കാൻ വെക്കുക. ഈ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഈ കുഴച്ച് വെച്ച ഈ സോയ എടുത്തിട്ട് എണ്ണയിൽ നല്ലപോലെ വറുത്ത് കോരി എടുക്കുക. നല്ല ബ്രൗൺ വേണ്ട, ഗോൾഡൻ കളർ ആവുന്നിടം വരെ വറുത്ത് കോരി എടുക്കുക. ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് കുറച്ച് പനീറും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് പനീർ എടുത്തത്. പനീർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പനീർ ഇല്ലാതെ ഇതുണ്ടാക്കാൻ പറ്റും. പനീർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന് ശേഷം അതും കൂടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 20 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. വലിയ ഉള്ളി വലുതാക്കി തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി ആണെങ്കിൽ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് 4 എടുത്തിട്ടുണ്ടായിരുന്നു. അതും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. നമ്മൾ ഈ സോയ വറുത്ത എണ്ണ തന്നെ മതി, വേറെ എണ്ണ നമ്മൾ ഉപയോഗിക്കേണ്ട. അതേ എണ്ണയിലോട്ട് തന്നെ ഇട്ട് നല്ലപോലെ വഴറ്റി എടുക്കുക. അധികം വെന്ത് വഴന്നു പോകരുത്. ഒരു ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് ഉപ്പ് കുറച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ വാട്ടിയെടുക്കാം. ഇതിൻ്റെ കൂടെ 2 ക്യാപ്സിക്കം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്പ്രിംഗ് ഒനിയനും ഉണ്ടായിരുന്നു. സ്പ്രിംഗ് ഒനിയൻ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ ഇഷ്ടംമാതിരി ഉള്ളിത്തണ്ടൊക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട്, എല്ലായിടത്തും കിട്ടുന്നുണ്ട്. എന്നാലും അതുണ്ടെങ്കിൽ അതും കൂടെ മുറിച്ച് ഇതിനകത്ത് ചേർക്കണം. ക്യാപ്സിക്കം എന്തായി, അതും ചെറുതായിട്ടല്ല മുറിച്ചേക്കുന്നത്, മീഡിയം സൈസിൽ അതും മുറിച്ച് ഇതിൻ്റെ കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മളെ കയ്യിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതും ഒരു 3 സ്പൂൺ എടുത്ത് വെള്ളത്തിൽ ഒരു 1/4 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 1/2 ലിറ്റർ വെള്ളത്തിലോട്ട് ഇത് നല്ലപോലെ മിക്സാക്കി വെക്കുക. ഇതിനകത്തോട്ട് ഈ ഉള്ളി വഴന്ന് വരുന്ന ഇതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും ഒഴിച്ച് കൊടുക്കണം. ഒരു 2 സ്പൂൺ അല്ലെങ്കിൽ 3 സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ ഒരു 4 സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കുക. എന്ന് വെച്ചാൽ മുളക് പൊടി എന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എരിവ് കുറവുണ്ടെങ്കിലാണ് മുളക് പൊടി ഇടുന്നത്. കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് അതിന് ശേഷം നമ്മൾ കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ടാവണം. ആ കോൺഫ്ലവർ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക. കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ഒഴിക്കുന്നത്. കുറച്ച് പോരാ, ഒരു 4 സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ നല്ലപോലെ ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള കറി ഉണ്ടാകും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സംഗതികളുണ്ടല്ലോ, നമ്മളെ സോയ പനീർ എല്ലാം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കുക. സ്പ്രിംഗ് ഒനിയനും ചേർത്ത് കൊടുക്കുക. സ്പ്രിംഗ് ഒനിയൻ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക്. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.